നമുക്കറിയാം, നോമ്പ് നിർബന്ധമാണ്. എല്ലാവർക്കും അത് ആദരിക്കൽ നിർബന്ധമാണ്. നോമ്പ് പിടിക്കാൻ നിർദ്ദേശമില്ലാത്ത ആളുകൾ പോലും പരിശുദ്ധ റമദാനിനെ ആദരിക്കേണ്ടത് നിർബന്ധമാണ്, ബഹുമാനിക്കേണ്ടത് നിർബന്ധമാണ്. റമദാനിനെ ബഹുമാനിച്ചില്ല എങ്കിൽ ചിലപ്പോൾ അവന്റെ ഈമാൻ തന്നെ നഷ്ടമായി പോയിക്കുന്നു. ഈമാൻ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ അവസാനം കാഫിറായി ചത്തുപോകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പൊ നാം ഇവിടെ ജീവിക്കുന്ന പ്രധാന ലക്ഷ്യമെന്താ? അവസാനം ഈമാനോടുകൂടി മരിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹത്തായ 12 അക്ഷരങ്ങളാൽ ഘടിക്കപ്പെട്ട തൗഹീദിന്റെ കലിമത്ത് അവസാന വാക്കായി ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയണം എന്നാണ് നമ്മുടെ ആഗ്രഹവും നാം ജീവിക്കുന്നതിന്റെ ലക്ഷ്യവും അതാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏതെങ്കിലും തടസ്സം നേരിട്ടാൽ പിന്നെ നാം ഇവിടെ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ജീവിക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. പാരത്രിക ലോകവും നമുക്ക് നഷ്ടപ്പെടും, ഭൗതിക ലോകവും നമ്മുടെ ആത്മാവ് പിരിയലോടുകൂടെ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? നാം സമ്പാദിച്ച സമ്പത്ത് അല്ലെങ്കിൽ സമ്പാദിക്കുന്ന സമ്പത്ത് ആർക്ക് വേണ്ടി? ഈ ഒരു ചോദ്യത്തിന് നാം ഉത്തരം കാണും. ആർക്ക് വേണ്ടി? നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടി. നാം അതിന് ഉപയോഗിക്കുന്നത് എവിടം വരെ? നമ്മിലുള്ള ആത്മാവ് നമ്മോട് വേർപിരിയുന്ന ആ സന്ദർഭം വരേക്കും. കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടിയാലും സമ്പത്തുണ്ടെങ്കിലും അതൊക്കെ മറ്റുള്ളവന്റേതാണ്. മക്കളുണ്ടെങ്കിൽ മക്കളുടേത്, മക്കളില്ലെങ്കിൽ സഹോദര സഹോദരിമാരുടേത്, അവരാരുമില്ലെങ്കിൽ അകന്ന ബന്ധുക്കളുടേത്, ആരുമില്ലെങ്കിൽ ഗവൺമെന്റിന്റേത്. അപ്പൊ ആർക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നത്? നമുക്ക് വേണ്ടിയല്ല. നമ്മുടെ സമ്പാദ്യം നമുക്ക് വേണ്ടിയല്ല. അപ്പൊ ഈ ഭൗതിക ലോകത്ത് ജീവിച്ച് നാം സമ്പാദിച്ച ആ സമ്പാദ്യം മുഴുവനും ആത്മാവ് പിരിയലോടുകൂടെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഈമാനില്ലാതെയാണ് ഈ ലോകത്തോട് നാം വിട പറയുന്നതെങ്കിൽ പാരത്രിക ലോകവും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ 2 ലോകവും നഷ്ടപ്പെട്ടാൽ പിന്നെ അവനെന്താ രക്ഷ? പിന്നെ അവന് വേറെ യാതൊരു രക്ഷയും ഇല്ല. അവർ ഖേദിച്ചിട്ട് മാത്രമേ അവർക്ക് ജീവിക്കാനൊക്കെ. അപ്പൊ ആ ഖേദത്തിന് പിന്നീട് ഒരു പരിഹാരമില്ല. അപ്പോ പരിശുദ്ധ റമദാനിനെ ആദരിക്കാതിരിക്കൽ കൊണ്ട് വന്നു ചേരാവുന്ന ഭവിഷ്യത്ത് അവസാനത്തിൽ സൂഉൽ ഖാത്തിമ അഥവാ ദുർമരണം എന്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആത്മഹത്യ ചെയ്യുക എന്ന അർത്ഥത്തിലല്ല. ആത്മഹത്യ ചെയ്ത ഒരാൾ അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങിച്ചത്തും നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ളത് അതിനാണ് ദുർമരണം. എന്നാൽ ദുർമരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതല്ല. ഈമാനില്ലാതെ മരിക്കുന്നതൊക്കെ ദുർമരണം തന്നെ. അതിന്റെ പേരാണ് സൂഉൽ ഖാത്തിമ. അതാണ് ദുർമരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ നാക്ക് അടക്കാൻ കഴിയാത്ത നിലക്ക് നാം ഈ ലോകത്തോട് വിട പറയുന്നുവെങ്കിൽ അതാണ് സൂഉൽ ഖാത്തിമ. അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യവും അവന്റെ ഭംഗിയും അവന്റെ തജല്ലിയാകുന്ന അവന്റെ ദിവ്യപ്രഭയും യഥാർത്ഥത്തിൽ ദർശിക്കുന്നത് മരണസമയത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വഅ്ബുദ് റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് ഉറപ്പ് വരുന്നത് വരെ. ഈ ഉറപ്പെന്താ?
ഇപ്പൊ നമുക്ക് കേട്ടറിവാണ്. മരണസമയത്ത് അത്ഭുതമാണ്. അസ്രായേലിനെ കാണുന്നു, മലക്കുകളെ കാണുന്നു. റഹ്മത്തിന്റെ മലക്കുകളാണെങ്കിൽ അവരെ കാണും, അദാബിന്റെ മലക്കുകളാണെങ്കിൽ അവരെ കാണും. നല്ല മരണമാണെങ്കിൽ സ്വർഗത്തെ കാണും, സ്വർഗഹൂറീകളെ കാണും. എന്നാൽ സ്വർഗത്തിന്റെ മണിമാളിക അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഭൗതിക ലോകത്ത് വെച്ച് മരിക്കാതിരിക്കുമ്പോഴും കാണിച്ചു കൊടുക്കും. അത് കണ്ട ആളുകൾക്ക് അതിന്റെ ആനന്ദത്തിൽ ഇബാദത്തെ വർദ്ധിപ്പിക്കാനുള്ള പ്രചോദനമാവുകയും ചെയ്യുന്നു. ഇതൊക്കെ നേരിട്ട് അഭിമുഖത്തിലൂടെ കാണുന്ന ഘട്ടം. ആ സമയത്ത് അള്ളാഹുവിന്റെ ദിവ്യപ്രഭ ദർശിക്കാൻ ഭാഗ്യമില്ലാതെ സൂഉൽ ഖാതിമയിലാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം പാഴായിപ്പോയി. ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം അബ്ദുല്ലാഹി യാഫിഈ റളിയല്ലാഹു തആല തങ്ങൾ തന്റെ വിശ്വവിഖ്യാതമായ ആത്മീയ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, നമൂതു വലം നൻദുർ ജമാല ജലാലിഹി ഫയാ ളൈഅതൽ അമാരി സൂഖൽ മവാസിമി. നമൂതു നമ്മൾ മരണപ്പെട്ടു പോകും, വലം നൻദുർ നമ്മൾ ദർശിക്കാത്ത നിലക്ക്, ജലാല ജമാലിഹി പ്രപഞ്ചകർത്താവായ അള്ളാഹുവിന്റെ ഭംഗിയെ ആസ്വദിക്കാൻ ഒരൽപ്പം പോലും നമുക്ക് സാഹചര്യം ലഭിക്കാത്ത നിലക്കാണ് ഈ ലോകത്തോട് നാം മരണപ്പെട്ടു പോകുന്നതെങ്കിൽ, മനുഷ്യ നീ ഒന്ന് ഓർത്തോ, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടുപോയി, നിനക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ ജീവിതം കൊണ്ട്. നമ്മൾ ചിന്തിച്ചാൽ ശരിയല്ലേ, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടു, നമ്മുടേതായി ഒന്നും തന്നെ ഇല്ല. അവകാശികൾ എന്തെങ്കിലും ഔദാര്യമായി നമുക്ക് ചെയ്താലേ നമുക്ക് ലഭിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല. കോടിക്കണക്കിന് സമ്പത്ത് നിന്റെ കയ്യിലുണ്ടെങ്കിലും നീ മരണപ്പെട്ടാൽ നിനക്ക് കബർ വെട്ടുകാരന്റെ കൂലി, നിന്റെ കബർ മൂടി വെക്കാനുള്ള പലകട കാശ്, നിന്റെ കഫം പൊതിയാനുള്ള കഫം തുണി, ഇതിന്റെ കാശ്, ഇതല്ലാതെ ഒന്നും നിനക്ക് അവകാശമില്ല. എത്രത്തോളം നിന്റെ അടിയന്തരം കഴിക്കാൻ പോലും നിന്റെ സമ്പത്തിൽ നിന്ന് എടുത്ത് ചെലവാക്കൽ ഹറാമാണ്, അവകാശികളുടെ അനുവാദമില്ലാതെ. അപ്പൊ പോയില്ലേ? നേരെ ചിന്തിച്ചാൽ നമുക്ക് ലഭിക്കുന്നതല്ലേ ഇത്? ഇത് വെറും ഒരു ഇസ്ലാമിക നിയമം മാത്രമല്ലല്ലോ, അന്താരാഷ്ട്ര നിയമമാണ്. ലോകത്തുള്ള സകല രാഷ്ട്രങ്ങളുടെയും സിവിൽ കോഡിൽ നിർദ്ദേശിക്കപ്പെട്ട നിയമമാണ് ഇത് എങ്കിൽ അത് അംഗീകരിക്കാൻ എന്റെ മടി, അത് ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് സമ്മതിക്കാത്തത്? ഇത് എന്റേത് മാത്രമാണ്, ഇതിന്റെ അധിപൻ ഞാനാണ് എന്ന ബോധത്തിൽ നിന്ന് മോചനം നേടാൻ നിനക്ക് എന്തേ കഴിയാതെ പോയത്? നിന്റെ ഭീരുത്വമല്ലേ, നിന്റെ വ്യക്തിത്വമില്ലായ്മയല്ലേ, നിന്റെ വ്യക്തിത്വമല്ലേ, മണ്ടത്തരമല്ലേ? ഈ മണ്ടത്തരത്തിൽ നിന്ന് ഇനിയെന്ത് മോചനം? അതാണ് നാം ചിന്തിക്കേണ്ടത്. എല്ലാം നഷ്ടപ്പെട്ടു. ഈമാനോട് കൂടിയല്ല മരിച്ചതെങ്കിലോ ആശ്രവും നഷ്ടപ്പെട്ടു. അതാണ് ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞത്, എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പൊ അതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പൊ നാം ഇവിടെ ജീവിക്കുന്നത്, അതിന്റെ പ്രധാന ലക്ഷ്യം അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് ലഭിക്കണം. അതായിരിക്കണം ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ലക്ഷ്യം.
എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയി. നാമം ആ വഴിയെ പോകേണ്ടവരാണെന്ന് ചിന്തിക്കാറുണ്ടോ? ആ മരണപ്പെട്ടവർക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മരിച്ചവരാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരെ ഹിദായത്തിലാക്കട്ടെ, സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. നമ്മളെ അങ്ങനെ പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയും. നമ്മൾ മരിച്ചാൽ നമ്മുടെ പിൻഗാമികൾക്ക് നമുക്കും വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാനേ അവർക്കും കഴിയൂ. അല്ലാണ്ട് ഒരു കൊടി പിടിച്ച് ജാഥ നടത്തി ഇയാളെ രക്ഷപ്പെടുത്തണം അള്ളാഹിനോട് ഒരു സമരം നടത്തി നേടാനൊന്നും കഴിയുന്ന കാര്യമല്ല. അത് വെറും പ്രാർത്ഥിക്കാനേ കഴിയും, ദ്വാരക്കാനേ കഴിയും. അതാണ് അവസ്ഥയെങ്കിൽ നാം ചിന്തിക്കണം. ഒരൊറ്റ നിമിഷങ്ങളെ കൊണ്ട് നമുക്ക് വരുന്ന മാറ്റം, നമ്മുടെ ജീവിതത്തിന് വരുന്ന മാറ്റം, നമ്മുടെ സമ്പത്തിന് വരുന്ന മാറ്റം, നമ്മുടെ രീതികൾക്ക് വരുന്ന മാറ്റം. ആത്മാവങ്ങ് പോയപ്പോൾ അതുവരേക്കും നമ്മെ ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന പലരും നമ്മുടെ പേര് മാറ്റി മയ്യത്ത് എന്ന് വിളിച്ചു. നമ്മൾ മയ്യത്തിന്റെ മലയാളാർത്ഥം ശവം, പക്ഷെ നമ്മൾ അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല, അത് അതവ് കേട്ടോ. നേർ മലയാളാർത്ഥം ശവം, മയ്യത്ത് എന്ന് വിളിച്ചു. നമ്മുടെ സന്താനങ്ങളുടെ പേര് മാറ്റി ജനങ്ങൾ യതീം എന്ന് വിളിച്ചു. എന്തൊരു മാറ്റം! നമ്മുടെ ഭാര്യയുടെ പേരും ജനങ്ങൾ മാറ്റി. ആരും പറഞ്ഞു കൊടുക്കണ്ട, ഗസറ്റിൽ പരസ്യം ചെയ്യൊന്നും വേണ്ട, പേര് മാറ്റിയതിന് ജനങ്ങൾ അല്ലാതെ തന്നെ പേര് മാറ്റി വിളിച്ചു, വിധവ എന്ന് വിളിച്ചു. അതാണ് ഇമാം യാഫി തങ്ങൾ തന്നെ പറഞ്ഞത്. മനുഷ്യ, നീ ചിന്തിക്കുന്നുണ്ടോ നിന്റെ ഒരു നിമിഷം കൊണ്ട് നിനക്ക് വരുന്ന മാറ്റം? നിന്റെ മക്കള് ഇപ്പൊ എങ്ങനെയായി? അവർ അനാഥരായി മാറിയില്ലേ? നിന്റെ ഭാര്യ നിന്റെ മരണത്തിന് വേണ്ടി അവൾ ഇരുന്ന ഇത് അഥവാ 4 മാസവും 10 ദിവസവും എന്തൊക്കെ ശേഷം മറ്റൊരു വരനെ അവർ സ്വീകരിച്ചു. അവൾ ഇപ്പോൾ മറ്റൊരുത്തന്റെ നവവധുവായി മാറി. എന്തൊരു മാറ്റമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്! നമ്മുടെ ഒരൊറ്റ ആത്മാവിന്റെ വേർപാട് കൊണ്ട് ഒരു വമ്പിച്ച മാറ്റമാണ് ലോകത്ത് വരുന്നതെങ്കിൽ, നമ്മെക്കുറിച്ച് നമ്മോട് ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ, നാം സമ്പാദിച്ച സ്വത്ത് നമുക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ ആഖിറത്തിലും ഒന്നുമില്ല എങ്കിൽ, അതുകൊണ്ടാണ് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ നാം തയ്യാറാകേണ്ടതിന്റെ ആവശ്യകത സാഹചര്യം നമ്മെ പഠിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഈ ലോകത്തെ പ്രശസ്തി നേടിയവരായിട്ടും കാര്യമില്ല. മരണപ്പെട്ടവന്റെ ഫോട്ടോ സകല പത്രങ്ങളിലും TV മാധ്യമങ്ങളിലുമൊക്കെ പ്രസിദ്ധപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. 1000 അനുശോചന യോഗങ്ങളും അനുസ്മരണ യോഗങ്ങളും നടത്തപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ ജനങ്ങളൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, ആ പ്രാർത്ഥന കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെടുമെന്ന അടിയോർത്ത വിശ്വാസവും നിനക്ക് വേണ്ട. ജനങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ ദുആകളും നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ അടിയുറച്ചവനാവണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഫാത്തിമ ബീവിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമത്തു ബിദ്അത്തും മിൻ കബിദി, എന്റെ മകൾ ഫാത്തിമ എന്റെ കരളിന്റെ ഒരു കഷ്ണമാണ്. മൻ അഹബ്ബഹ, ആരെങ്കിലും എന്റെ മോളെ സ്നേഹിച്ചാൽ ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. വമൻ അബ്ഗദഹ, ആരെങ്കിലും എന്റെ മോളോട് വെറുത്താൽ കമൻ അബ്ഗദനി, എന്നോട് വെറുത്തവനെ പോലെയാണ് അവൻ. അത്രയും റസൂൽ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അതേ ശക്ല രൂപം.
എളീമ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആരെ? ഫാത്തിമ ബീവിന്റെ എളീമ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫാത്തിമാനെ കണ്ട റസൂലുള്ളാഹിനെ പോലെ കാണുന്നത് പോലെ തന്നെ, ഫാത്തിമ ജനിച്ചാൽ റസൂൽ ജനിച്ചതുപോലെ, ഫാത്തിമയുടെ പല്ലുകൾ റസൂലുള്ളാഹിന്റെ ആ പല്ലുകളെ പോലെ, ഫാത്തിമ നടന്നാൽ റസൂൽ നടക്കുന്നത് പോലെ, റസൂലുള്ളാഹിന്റെ സകല രൂപവും ഭാവവും അല്ലാഹു തആല ഒറ്റയ്ക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ സയ്യിദത്തുൻ നിസാ, സഹോദരിമാരുടെ നേതാവാണ് സ്വർഗത്തിൽ. സ്വർഗത്തില് പെണ്ണുങ്ങളുടെ നേതാവ് ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് നൽകി. ഒരിക്കൽ മോളെ ഫാത്തിമ, നിന്നോട് ഞാൻ ഒരു യാഥാർത്ഥ്യം വെട്ടിത്തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഫാത്തിമ. അതെന്താണെന്നല്ലേ? യാ ഫാത്തിമ, ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ രണ്ട് ഹദീസുകൾ. യാ ഫാത്തിമ അൻഖിരി നഫ്സകി അനിന്നാർ ഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. ഫാത്തിമ, അൻഖിരി നഫ്സകി അനിന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ രക്ഷപ്പെടുത്തണം കേട്ടോ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ നിന്റെ ബാപ്പയാകുന്ന എനിക്ക് കഴിഞ്ഞോളണം എന്നില്ല. എന്താ കാരണം? ഈമാൻ ഇല്ല എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മരിച്ചിട്ടില്ലെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്തുമായി കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞത് എങ്കിൽ അവന് ശഫാഅത്തും ദുആയും ഒക്കെ ഫലപ്രദം. അതല്ലാത്ത നിലക്കാണോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ സ്വന്തം മകളെ പോലും റസൂലുള്ളാഹിയെ പോലും രക്ഷപ്പെടുത്താൻ സാധ്യമല്ലെന്ന് വ്യക്തമാക്കപ്പെടുമ്പോൾ, എനിക്ക് കുറെ ആളുകൾ ദ്വാരക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഊറ്റം കൊള്ളണ്ട. അതൊക്കെ കിട്ടാൻ നമുക്ക് ഈമാൻ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ചവനായി. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ യാതൊരു രക്ഷയില്ല. അതിൽ ജീവിച്ച് അതിലൂടെ മരിക്കും. അപ്പൊ അതിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിലേ മരണസമയത്തും അത് കിട്ടും. അവിടെയാണ് ദിക്റിന്റെ പ്രാധാന്യം നമുക്ക് വരുന്നത്. ദിക്ർ കൂടുതൽ ചെല്ലാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതങ്ങനെ പതിവായി ചെല്ലിയാൽ മരണസമയത്തും ഓട്ടോമാറ്റിക്കലായി നമ്മുടെ നാക്കിൽ അത് വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ ഒരു ഡോക്ടർക്ക് ഭ്രാന്തായാലും അതെന്താ ചെയ്യാം? കണ്ടവരൊക്കെ പരിശോധിക്കാം അല്ലേ? ഡോക്ടർ ഭ്രാന്തായാലും, ഒരു വക്കീലിന് ഭ്രാന്തായാലോ വഴിയിലൊക്കെ എന്നിട്ട് നിയമങ്ങൾ നിർവഹിക്കാം. ഒരു വയന്ന് പറയണം മുസ്ലിംക്കുള്ള ഭ്രാന്തായാലോ നമുക്കൊക്കെ വയന്ന് പറയണം. അങ്ങനെയാണ്. അപ്പൊ മനസ്സിന്റെ സമനില തെറ്റിയാൽ തന്നിൽ എന്താണോ നിക്ഷിപ്തമായെങ്കിൽ അതാണ് മുപ്പുരുള്. ഒരു വൈദ്യർക്ക് ഭ്രാന്തായാലോ കണ്ടവർക്കൊക്കെ കഷായമാർക്ക് പറഞ്ഞു കൊടുക്കും. കുമിഴ് കൂവളം കൂപ്പാതിരി പലക പയ്യാൻ മരമൂഞ്ഞ ഒരു പേര് പൂവല പേര് ചെറുവള പേര് ചെറുപതന പേര് ചുക്ക് കുരുവിള കണ്ടകാരി ഇങ്ങനെ പറഞ്ഞു. ഒരു ദാക്കിന്റെ ഭ്രാന്തായാലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടിരിക്കും. അതാണ് അങ്ങനത്തെ സംഭവം പണ്ടുണ്ടായി ഇറാഖിൽ. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടുത്തെ തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. ഇറാഖിലൊക്കെ ഒരിക്കൽ വെള്ളത്തിന് ക്ഷാമം നേരിട്ടപ്പോ മഞ്ചാബി എന്ന് പറയുന്ന ഒരാൾ ഒരു കൺഫർ സ്റ്റേഷൻ സ്ഥാപിച്ചു, ഒരു കുളിപ്പഴ ഹമാം. അപ്പൊ അതിന് ഫീസ് കൊടുത്തിട്ട് ഓരോരുത്തർ കുളിയൊക്കെ കഴിഞ്ഞു പോകും. അങ്ങനെ ഒരു യുവതിയായ സ്ത്രീക്ക് കുളിക്കണം തോന്നി മഞ്ചാബിയുടെ കുളിപ്പര അന്വേഷിച്ചത്. അവൾക്ക് വഴിയറിയില്ല. നടന്നു പോകുമ്പോൾ എതിരെ ഒരു ചെറുപ്പക്കാരൻ, ഒരു നല്ലൊരു സുമുഖൻ വരുന്നു. ഇയാളോട് ചോദിച്ചു, ഈ അയിനത്തിലേക്കൂല ഹമ്മാമി മഞ്ചാബി, മഞ്ചാബിയുടെ കുളിപ്പരക്ക് ഇങ്ങനെ പോവുക, വഴിയല്ല. അപ്പൊ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ ഒഴിഞ്ഞിങ്ങനെ നോക്കി, കൊള്ളാം, ശരി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുപ്പര് നേരം മുപ്പര് വീട്ടിൽ കടന്നു.
അവിടെ ചെന്നപ്പോ പെണ്ണിന് കാര്യം മനസ്സിലായി, ചതിപ്പെട്ട് അപകടത്തിൽപ്പെട്ടു, ഇവരെന്നെ ചതിക്കാനുള്ള പരിപാടി. പെണ്ണുങ്ങൾക്ക് ഭയങ്കര സൂത്രബുദ്ധിയാണല്ലോ, വേണമെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ആ സൂത്രബുദ്ധിയൊക്കെ മൂടി വെച്ചിട്ട് സകലതന്മാരത്തരം ചെയ്യിച്ചു, അത് വേറെ. അള്ളാന്റെ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഇന്നൊക്കെ ഇതൊക്കെണ്ടാവും. പെണ്ണുങ്ങളെ നിങ്ങളെ കുതന്ത്രം ഒരു അപാരം തന്നെ. പെണ്ണുങ്ങൾ കുതന്ത്രങ്ങളെ സംബന്ധിച്ച് ഒരു കിതാബിന് ഒരു ഇമാം എഴുതിയിട്ടുണ്ട്, തഹ്ദീറുൽ ഇഖ്ബാൻ അൻ മകായിദിൻ നിസ്വാൻ എന്നാണ് അതിന്റെ പേര്. ഒരൊറ്റ തടിച്ച ഗ്രന്ഥം. തഹ്ദീറുൽ ഇഖ്ബാൻ പുരുഷന്മാരെ ഭയപ്പെടുത്തി അറിയിക്കുന്ന കിതാബ്, അൻ മകായിദിൻ നിസ്വാൻ സ്ത്രീകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന്. ആ കിതാബിന്റെ പേരെന്താ? എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല, അധികം അങ്ങനെ. അതുകൊണ്ട് പെണ്ണുങ്ങളെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് പറഞ്ഞത്, പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, നരകത്തെ തൊട്ട് സൂക്ഷിക്കണം, നിങ്ങൾ സദഖ ധാരാളം ചെയ്യണം, നിങ്ങളുടെ ആ സ്വഭാവ ദൂഷ്യത്തിൽ നിന്ന് മോചനം നേടാനുള്ള നിങ്ങൾക്കുള്ള ഏക പരിഹാര മാർഗം നിങ്ങൾ സദഖ കൂടുതൽ ചെയ്യലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു.